ഹലോ, ഇന്ന് നമുക്കൊരു ഫിഷ് മോലി ഉണ്ടാക്കാം. അതിലേക്കായി ഒരു മുഴുവൻ തേങ്ങയുടെ പാൽ ഒന്നാം പാൽ പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. രണ്ടാം പാൽ കുറച്ചധികം വെള്ളം ചേർത്ത് പിഴിഞ്ഞ് അതും മാറ്റി വെച്ചിട്ടുണ്ട്. കറിക്ക് ഒരുപാട് വെള്ളം ആവശ്യമുണ്ട് രണ്ടാം പാലിൻ്റെ കൂടെ. പിന്നീട് ഒരു 3 സവോള നേർമയായി അരിഞ്ഞതും 7 പച്ചമുളക്, ഒരു വലിയ കഷ്ണം ഇഞ്ചി, മല്ലിച്ചപ്പ്, ഒരല്പം കുരുമുളക് പൊടി എന്നിവയും എടുത്ത് വെച്ചിട്ടുണ്ട്. മീൻ ആവോലിയാണ്, അയക്കൂറ കൊണ്ടും ഉണ്ടാക്കാം. ഇത് മീൻ ഉപ്പും മഞ്ഞളും മാത്രം ചേർത്ത് ചെറിയ തീയിൽ നന്നായി മുരിച്ച് വയ്ക്കണം. പിന്നീട് ഒരു പാനിൽ വെളിച്ചെണ്ണ ചൂടാക്കി ചെറുതായി മുറിച്ച ഇഞ്ചി ബ്രൗൺ നിറമാവുന്നവരെ വഴറ്റിയതിന് ശേഷം പച്ചമുളകും ഇട്ട് ഒന്ന് വഴറ്റുക. ശേഷം ഇതിലേക്ക് മുറിച്ച് വെച്ച സവാളയും ചേർത്ത് ഇളം ബ്രൗൺ നിറം ആയി കുഴഞ്ഞു വരുന്ന പാകത്തിൽ മാത്രമേ വഴറ്റാവൂ. പിന്നീട് ഞാനത് ഒരു ചട്ടിയിലേക്ക് മാറ്റുന്നുണ്ട്. കാരണം കറി കുറച്ചധികമുണ്ട്. ഒരു 7 കഷ്ണം മീനുണ്ട്. അതിലേക്ക് രണ്ടാം പാലും കൂട്ടത്തിൽ ഉപ്പും, ഈ ഉള്ളിക്ക് മാത്രമുള്ള ഉപ്പേ ഇടാവൂ. മീൻ പൊരിച്ചതിൽ ഉപ്പുണ്ടല്ലോ, അതുകൊണ്ട് അത് ഒരുപാട് ഉപ്പിട്ട് പോകരുത്. പിന്നീട് കറിക്ക് ഉപ്പ് അധികമായി പോകും. ഇത് കൂട്ടത്തിൽ കുറച്ച് ഈ കറി കഷ്ണങ്ങളൊക്കെ മുങ്ങാൻ മാത്രം വെള്ളവും ചേർത്ത് അടുപ്പത്ത് വെച്ച് തിളപ്പിച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ തിളപ്പിക്കാവൂ. അത് ഉള്ളി വെന്ത് കഴിഞ്ഞാൽ അതിലേക്ക് ഈ ഫ്രൈ ചെയ്ത് വെച്ച മീൻ കഷ്ണങ്ങളും ഇട്ട് ഒരു ഒന്നാം പാലിൻ്റെ പകുതി ഈ സമയത്ത് ഒഴിക്കാം. പകുതി അവിടെ വയ്ക്കണം. അത് ഇറക്കി വയ്ക്കുമ്പോഴാണ് ചേർക്കേണ്ടത്. അതും ഒഴിച്ച് മീഡിയം ഫ്ലെയിമിൽ ഈ മീനിൻ്റെ രുചിയൊക്കെ ഇതിലേക്ക് ഇറങ്ങി വരുന്നതുവരെ തിളപ്പിക്കുക. കറിയൊന്ന് കുറുകി വരുന്നതിലേക്കായി 1 ടീസ്പൂൺ മാത്രം കോൺഫ്ലോർ, ഒരല്പം വെള്ളവും ചേർത്ത് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഒരിക്കലും തേങ്ങ അരച്ച് ചേർക്കരുത്. കറിക്ക് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. തേങ്ങാപ്പാൽ തന്നെ ചേർക്കണം. അങ്ങനെ കറിയൊക്കെ കുറുകി എല്ലാം പാകമായപ്പോൾ തേങ്ങാപ്പാൽ ഒന്നാം പാലിൻ്റെ ബാക്കി വന്നതും കൂടി ചേർത്തു. ചെറുതീയിൽ തിളപ്പിക്കുമ്പോൾ മല്ലിച്ചപ്പും എരിവിന് കണക്കായി കുരുമുളക് പൊടിയും ചേർത്ത് ഇറക്കി വയ്ക്കുക. അപ്പോഴേക്കും ഒരു പകുതി സവോള ഗോൾഡൻ ബ്രൗൺ ആവുന്നതുവരെ വഴറ്റി അതും കറിയിലിട്ട് ചേർത്താൽ നമ്മുടെ ഫിഷ് മോലി റെഡിയായി. ഇന്ന് ബ്രെഡിൻ്റെ കൂടെയാണ് ഫിഷ് മോലി കഴിക്കുന്നത്. നെയ്ച്ചോറ്, ചപ്പാത്തി, പിന്നെ വെള്ളയപ്പം എല്ലാത്തിൻ്റെ കൂടെയും ഏറ്റവും രുചികരമായ ഒരു കറിയാണ് ഫിഷ് മോലി. എല്ലാവരും ഉണ്ടാക്കി നോക്കുമല്ലോ. താങ്ക്സ് ഫോർ വാച്ചിങ്.